ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഈവനിങ് വ്ളോഗാണ്. വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വൈകുന്നേരം ആയല്ലോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഐറ്റംസൊക്കെ എടുക്കുകയാണ് കേട്ടോ. കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് കരുതി. പിന്നെ പിസ്സ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ചീസ് കുറച്ച് ബാക്കിയുണ്ട്. അത് കുറേ ദിവസം വെച്ചാൽ കേടായി പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും കൂടി യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് കരുതി. ആദ്യം തന്നെ ഞാൻ ആവശ്യമായിട്ടുള്ള വെജീസൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് ചോദിക്കലുണ്ട് കേട്ടോ, പ്രൊഡക്റ്റീവ് അല്ലാത്ത ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഇതിലങ്ങനെ ഞാൻ പ്രത്യേകിച്ച് എൻ്റെ വർക്കോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. വർക്കൊന്നും ഇല്ലാത്തൊരു ദിവസം എങ്ങനെയാണ് ഞാൻ ടൈം സ്പെൻഡ് ചെയ്യലുള്ളത് എന്നൊക്കെ കാണിച്ചു തരാം. അങ്ങനെ വെജീസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പാനിൽ കുറച്ച് ബട്ടർ ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ബ്രെഡ് യൂസ് ചെയ്താണ് കേട്ടോ ഇത് ചെയ്യണത്. അപ്പോൾ ഞാൻ ആവശ്യമുള്ള ബ്രെഡ് എടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഡയറക്റ്റ് ബ്രെഡിലാക്കാൻ വേണ്ടി നോക്കി, പക്ഷെ അത് ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്തുകൊണ്ട് തന്നെ മെൽറ്റ് ആയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പാനിൽ ഒഴിച്ചിട്ട് അതിൽ ബ്രെഡ് വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം തന്നെ ഇതിന് മുകളിലായിട്ട് ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ആദ്യം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു വെജിറ്റബിൾ മിക്സും കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് അതിന് മുകളിലായിട്ട് മൊസറല്ല ചീസാണ് കേട്ടോ ആഡ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ഓരോന്നിൻ്റെയും മുകളിലായിട്ട് വേറെ ഒരു സ്ലൈസ് ബ്രെഡും കൂടെ കുറച്ച് കെച്ചപ്പാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലും കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് ആ ഒരു സൈഡും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. ഞാൻ വെജിറ്റബിൾസ് മാത്രം ഇട്ടുകൊണ്ട് തന്നെ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാൻഡ്വിച്ച് റെഡിയാക്കിയിട്ട് പിന്നെ ഞാൻ ചായയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും റൂമിൽ വന്നിട്ടുണ്ട്. സമയം 5:15 കേട്ടോ. പക്ഷേ നല്ല ഇരുട്ട് മൂടിയ പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ആ സമയത്ത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ രാത്രി പ്രെയറും കാര്യമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കി വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കർട്ടൻസൊക്കെ നീക്കി കൊടുക്കുന്നുണ്ട്.
ഇനി ഞാൻ എൻ്റെ ഈ ഒരു ഷെൽഫിലുള്ള ഡ്രസ്സ് ഒക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് കരുതി. കുറേ ദിവസമായിട്ടോ വിചാരിക്കണത്. അപ്പോൾ ഇന്നിപ്പം എന്തായാലും ഫ്രീ ആയപ്പോൾ അത് ചെയ്യാണ്. ഇതിൽ അധികവും മടക്കി വെച്ചിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ കുറേ ദിവസം കഴിഞ്ഞാൽ എനിക്കിങ്ങനെ എല്ലാം വലിച്ചിട്ടിട്ട് ഒന്നും കൂടെ മടക്കി വെക്കണം, എന്നാലേ ഒരു സമാധാനമാവുള്ളൂ. അപ്പോൾ അങ്ങനെ മടക്കിയതും അല്ലാത്തതും കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് കറക്റ്റായിട്ട് മടക്കി വെക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഇത് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ, ഡ്രസ്സ് മടക്കി വെക്കുക എന്നുള്ളതൊക്കെ. മേ ബി ഇത് മടക്കി വെക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യണത് ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഷെൽഫിലെല്ലാം ഓർഗനൈസായി നല്ല വൃത്തിയായിട്ട് വെക്കുമല്ലോ, അതെനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കാര്യമാണ്. ഇത് മാത്രമല്ല കേട്ടോ, സാധാരണ നമ്മൾ ചെയ്യുന്ന ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ നല്ലോണം എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇങ്ങനത്തെ ഓർഗനൈസ് ചെയ്യലും ക്ലീൻ ചെയ്യലൊന്നും ചിലപ്പോൾ എല്ലാവർക്കും അത്ര ഒരു ഇഷ്ടമുള്ള കാര്യമാവില്ലല്ലോ, പക്ഷേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അതെപ്പോഴൊന്നുമില്ല, ഞാൻ മെയിനായിട്ടും ഓർഗനൈസ് ചെയ്യലും ക്ലീൻ ചെയ്യലൊക്കെ എൻ്റെ റൂം തന്നെയാണ്. പിന്നെ വീട്ടിലുള്ള കാര്യങ്ങളും ചെയ്യും, കിച്ചണും ഒക്കെ ക്ലീൻ ആക്കും. പക്ഷേ അത് അധികവും ചെയ്യൽ ഞാൻ ഒറ്റയ്ക്കാവുമ്പോഴോ വേറെ ആരും വീട്ടിലില്ലാത്ത സമയത്തൊക്കെയാണ്. കാരണം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടുതൽ ഇഷ്ടം ഞാൻ ഒറ്റയ്ക്കാവുമ്പോഴാണ്. അതാകുമ്പം വേറെ ആരും നമ്മളെ ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊന്നും പറയാണ്ടാവില്ലല്ലോ, നമുക്കിഷ്ടമുള്ള പോലെ ചെയ്യാമല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒറ്റയ്ക്കുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആവലുണ്ട്. ശരിക്കും ഞാനൊരു ഇൻട്രോവേർട്ട് ആണോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്ലി അല്ല. എനിക്ക് പുറത്തു പോകാനും പുറത്തുള്ള ആളുകളോട് സംസാരിക്കാനൊക്കെ നല്ല ഇഷ്ടമുള്ള ആൾ തന്നെയാണ്. പക്ഷേ എനിക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതും ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. അങ്ങനെ അതൊക്കെ തിരിച്ച് ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്, കുറച്ചേ ഉള്ളൂ കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെയുള്ളത് ഈ ഒരു ടോപ്പാണ് കേട്ടോ, ഒരു ബ്ലൂ ഷെയ്ഡിലുള്ളത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുള്ള കുറച്ച് പണിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് ക്ലോത്ത് കുറവായതുകൊണ്ട് തന്നെ അത് വാങ്ങിയിട്ട് വേണം ബാക്കി ചെയ്യാൻ. ഇതിൽ ഞാൻ നെക്ക് പീറ്റർ പാൻ കോളറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ലീവിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഹാഫ് പോർഷൻ, അതായത് നീ തൊട്ടിട്ടുള്ളത് പ്ലീറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴെയും ഇതുപോലെ അലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നുള്ളത് ഈ ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ചെസ്റ്റിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ഞാൻ ഇതുപോലെ ഹാൻഡ് എംബ്രോയ്ഡറിയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ പഠിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് ഈ ഒരു ഡ്രസ്സിലായിരുന്നു. പിന്നുള്ളത് ഈ ഒരു വൈറ്റ് ടോപ്പാണ്. ഇതിന് ടോപ്പ് തൊട്ട് ബോട്ടം വരെ സെൻട്രലായിട്ട് ഇങ്ങനെ ബട്ടൺസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റൂല, വെറുതെ ഒരു ഷോക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണ്. പിന്നെ സ്ലീവിലും ഇതുപോലെ 2 ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടോപ്പാണ്. ഇതിൻ്റെ താഴെ ഞാനിങ്ങനെ കുറച്ച് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവിൻ്റെ എൻഡിലായിട്ടും ഇതുപോലെ കുറച്ച് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു മാക്സി ടൈപ്പ് ഡ്രസ്സാണ്. ഇത് നല്ല ഇറക്കുണ്ട് കേട്ടോ, ഫുൾ ലെങ്ത് ആണ്. ഇതിൻ്റെയും സെൻറ്ററിൽ താഴെ വരെ ബട്ടൺസ് ഉണ്ട്. പിന്നെ ഷർട്ട് കോളറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്ലീവും ഷർട്ടിൻ്റെ ആ ഒരു സെയിം രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ പഴയൊരു സാരി വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ താഴേക്ക് ഇങ്ങനെ 3 ലെയറായിട്ട് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നെക്കിലും ഇതുപോലെ ഇങ്ങനെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ മുകളിൽ കുറച്ച് പ്ലീറ്റ്സും താഴെ ഇതുപോലെ ഒരു ചെറിയ സൈസിലുള്ള എലാസ്റ്റിക്കും ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ട് ഡിന്നർ കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആ ഒരു സാൻഡ്വിച്ചൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ അത്രയ്ക്ക് വിശക്കൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതിന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കുക്കുംബറും ക്യാരറ്റൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ ഒരു ഓറഞ്ചും ആണ് കേട്ടോ കഴിക്കണത്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി. ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നങ്ങനെ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം ഫ്രീ ആയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക.
അപ്പോൾ ഇതുപോലൊരു ബോക്സിലാണ് സ്റ്റിക്കേഴ്സൊക്കെ കട്ട് ചെയ്ത് വെക്കലുള്ളത്. പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ ജസ്റ്റ് റഫായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കും. പിന്നെ എപ്പോഴെങ്കിലും ഇപ്പം എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് എടുത്തിട്ട് കട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ ഫ്രീ ടൈംസ് ഒക്കെ കിട്ടുമ്പോൾ അപ്പോഴും ഞാനിങ്ങനെ ബോർഡർ കട്ട് ചെയ്ത് വെക്കും. ശരിക്കും ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പം അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നും. ചിലപ്പോൾ നമുക്ക് സമയമില്ലാതൊക്കെ ആയിരിക്കുമല്ലോ ചെയ്യുക, അപ്പോഴൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഫ്രീ ടൈംസ് കിട്ടുമ്പോൾ ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ കുറേ നേരം ഇരുന്നിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം പെട്ടെന്ന് തന്നെ അത് ബോറടിക്കും. ഒരേപോലത്തെ കാര്യമല്ലേ ചെയ്യണത്. അപ്പോൾ കുറച്ച് നേരം എപ്പോഴാണോ ബോറടിക്കണത് അപ്പോൾ നിർത്തും, അതുവരെ ചെയ്യും. പിന്നെ ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വേഗം ഉറക്കം വരുമല്ലോ, അപ്പോൾ വേഗം ഉറങ്ങുകയും ചെയ്യാം. അതല്ലാതെ ഫോണിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ വേഗം ഉറക്കം വരും. പക്ഷെ അത് അങ്ങനെ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ രാവിലെ എണീക്കുമ്പോൾ നല്ല തലവേദന ഉള്ള പോലെയൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യൽ ഇങ്ങനെ ഉറങ്ങുന്നതിന് മുന്നേ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്ത് വെക്കലാണ്. ഇങ്ങനെ കുറച്ചധികം നേരം ഇരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ഫോണിൽ പ്ലേ ചെയ്ത് വെക്കലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ചാർജ് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ അത് കുറച്ചധികം കട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മതിയായി. അപ്പോൾ പിന്നെ അത് മാറ്റി വെച്ചിട്ട് പിന്നെ പോയി കിടക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് നേരം ഈ ഒരു ബുക്കും കൂടെ വായിച്ചിട്ടാണ് കേട്ടോ കിടന്നത്.